ആസ്മ ഉള്ള ആൾക്കാർ ഞാൻ ഈ പറയാൻ പോകുന്ന അപകട സൂചനകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ പോലും ചികിത്സ എടുക്കാൻ വൈകിക്കരുത്. ഉടനെ മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും ആസ്മ അറ്റാക്ക് ഒരുപോലെ വരണമെന്നില്ല. അതിൻ്റെ തീവ്രതയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പെട്ടെന്നായിരിക്കാം ആസ്മ ഡെവലപ്പ് ചെയ്ത് ഒരു സീരിയസ് ഇഷ്യൂ ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന ഒരു ലക്ഷണങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ശ്വാസം മുട്ടൽ കൂടുകയോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ചുവടുകൾ വയ്ക്കാനോ ഒരിത്തിരി പോലും നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു വാചകം പോലും നിങ്ങൾക്ക് മുഴുവനായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇടയിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കണമെന്ന് ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിവിയർ ആയിട്ടുള്ള ആസ്മ അറ്റാക്ക് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ റെസ്ക്യൂ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഇൻഹേലർ ഉപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്മ സിവിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ചികിത്സ വൈകിപ്പിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ശരീരം തരുന്നത്. ശ്വാസമുട്ടൽ കാരണം നിങ്ങളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ടൈറ്റ്നെസ്, വല്ലാത്തൊരു മുറുകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ പേശികളിൽ ആ ഒരു ടെൻഷൻ, ഒരു പിടുത്തം കോച്ചി പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും. നെഞ്ചിലും കഴുത്തിലൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിവിയർ ആസ്മ അറ്റാക്ക് വരുന്നുണ്ടെന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ചുണ്ടുകളിലോ അല്ലെങ്കിൽ നഖത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു നീല നിറം കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബോധം പോകുന്നത് പോലെ തോന്നുക, ചില ഒരു മയക്കം വരുന്നത് പോലെ, നിങ്ങൾക്ക് ചില ഒരു ആശയക്കുഴപ്പം ഒക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഓക്സിജൻ ലെവൽ കുറയുകയാണ്, അതായത് ആസ്മയുടെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ് എന്ന് കാണിക്കുന്നതാണ്. ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, ഒരു ഗുരുതരമായ അറ്റാക്ക് വരുന്ന സമയത്ത് പലപ്പോഴും വീസിങ്ങിൻ്റെ സൗണ്ട് കേട്ടോളണം എന്നില്ല. പലപ്പോഴും ഇത് നമ്മുടെ ശ്വാസം പോകുന്ന വഴികളിൽ അത് വല്ലാതെ നാരോ ആവുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ സൗണ്ട് കേട്ടില്ല എന്ന് വിചാരിച്ച് ഇതൊരു സീരിയസ് കണ്ടീഷൻ അല്ല എന്ന് വിചാരിക്കരുത്. ഇതൊരു ഗുരുതരമായ അവസ്ഥയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇൻഹേലർ ഉപയോഗിച്ച് കുറയുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ പെട്ടെന്നൊരു ആസ്മ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു തരാം. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആസ്മയും അലർജിയും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.